അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. പറയുന്നൊരു കണ്ടന്റ് നമ്മൾ ആരും തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യാറില്ല അല്ലേ. പക്ഷേ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതായത് ആക്ച്വലി ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രേണു ചേച്ചിക്ക് പൈസ കൊടുത്ത് അവരെ സഹായിക്കാനുള്ള അത്ര അവസ്ഥയോ അല്ലെങ്കിൽ അത്രയുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം എന്നെ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിടുന്ന വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുമുണ്ട്. കാരണം അങ്ങനെ നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു $1 അവർക്ക് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അതായത് അവർ കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അവർ പറയുന്നത് ശരിയാണ്. കുറച്ച് നാൾ മുന്നേ ഉള്ള 2-3 ദിവസത്തിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കിച്ചു കണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ കിച്ചുവിന്റെ വീഡിയോന്റെ അടിയിൽ പോയി അമ്മയെ കാണണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പൊ രേണു സുധി എന്ന് പറയുന്ന ഒരാളെ ഒരുപാട് ആൾക്കാർ വെറുത്തിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അവരെ റിയാക്ട് ചെയ്തിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് അവരോട് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ദേഷ്യം മുഴുവനും വളരെയധികം സ്നേഹമായിട്ടും അതായത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്ന് എങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാവോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിളാണ് അവരുടെ വീഡിയോയിൽ തന്നെ വരുന്ന വ്യൂസ്. ഇപ്പൊ എന്നെ പോലെ തന്നെ ഇവരൊരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ₹1 എങ്കിലും അല്ലെങ്കിൽ 1 പൈസ എങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഇതിന് മുന്നേ അതായത് ഈ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു വീഡിയോയ്ക്ക് മുന്നേ അവരിട്ട എല്ലാ വീഡിയോസിലെയും കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ അറിയാം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അവരോടുള്ള സ്നേഹവും. ആ കമന്റ് ബോക്സ് തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും എന്താ പറയാ, നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കമന്റ് ബോക്സ് ആണ് ഇതിന് മുന്നേ വരെ. പക്ഷെ ഇന്നലെ അവരിട്ട വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് ബോക്സ് എന്ന് പറയുന്നത് അവരത് വായിക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. കാരണം ഇങ്ങനെ അവർ കിച്ചുവിനെ കുറ്റപ്പെടുത്താനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയും ഇവർ ശരിക്കും ആ ഒരു കുട്ടീനെ സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിവിടുവല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടു. ക്യാൻസർ രോഗം എന്നെ വിട്ട് മാറിയാൽ ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്നും ചിരിച്ചു കാണുന്നില്ല അതിന്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. ഞാൻ ഇവിടെ രേണു പറയുന്നുണ്ട് രേണുവിന്റെ മോൻ ചിരിച്ചു കാണുന്നില്ല, രേണുവിനെ ശപിക്കുന്നു. പക്ഷെ അങ്ങനെ ആരും ശപിക്കുന്നില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ശപിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ മനസ്സ് നമുക്ക് കാണാൻ കഴിയും അല്ലെ. അത്രയ്ക്ക് മനസ്സ് കല്ലും മുള്ളും അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ക്രൂരനായവർക്ക് മാത്രമേ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ ശപിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതിനു മുന്നേ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങളുടെ ഇപ്പൊ ഇട്ടിരിക്കുന്ന തൊട്ട് മുന്നേ ഉള്ള വീഡിയോസിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കൂ. നിങ്ങളെ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു. ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കുക. പിന്നെ കിച്ചുവിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറയണമായിരുന്നു, ഇങ്ങനെ പറയണമായിരുന്നു. അപ്പൊ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ കൂടിയും വെറുത്തു പോകും. ഈ ഇപ്പൊ പറയുന്ന ഞാനാണെങ്കിൽ കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടവരാണെങ്കിൽ കൂടി ഈ അസുഖമോ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ അസുഖമോ വരാം. നമുക്ക് ഒരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ രാവിലെ നമ്മൾ എണീക്കുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് രേണു മനസ്സിലാക്കുക. പിന്നെ രേണുവിനറിയാം ഒരു സൈബർ ബുള്ളിങ് എന്താണ്, അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് ഇത്രയും അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ അല്ലെ. നിങ്ങളെ പോലെ സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ട് ഒരു വ്യക്തി കാണത്തില്ല. അപ്പൊ അതിന്റെ എക്സ്ട്രീം എന്തായിരിക്കും, സൈബർ ബുള്ളിങ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതെങ്ങനെ തരണം ചെയ്യും, അത് നമ്മളെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിയാം. അപ്പൊ ആ ഒരു ബുള്ളിങ്ങിലേക്ക് നിങ്ങളുടെ മകനെ നിങ്ങൾ തള്ളിവിടുകയാണോ? നിങ്ങൾ തള്ളിവിടുകയാണോ ചെയ്യുന്നത്? നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വളർത്തിയ മോനായിരിക്കും. അപ്പൊ നിങ്ങളെ വന്ന് കണ്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം കാണും. പക്ഷെ അത് നിങ്ങൾ വന്ന് പരാതി പറയേണ്ടതോ അല്ലെ സങ്കടം പറയേണ്ടതോ ഈ ഒരു എന്താ പറയാ നിങ്ങളുടെ വീഡിയോയിലൂടെയോ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ല. നിങ്ങൾക്കൊന്ന് വിളിക്കാം അല്ലെ. നിങ്ങളൊരു അമ്മയല്ലേ. നമ്മൾക്ക് ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായാലും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, എന്ത് വലിയ തെറ്റ് ചെയ്താലും നമ്മുടെ കൂടത്തിൽ ഈ ലോകത്ത് ഒരാൾ കൂടെ നിന്നില്ലെങ്കിലും നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛനും ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലെ. അങ്ങനെയാണ്. നമ്മുടെ അമ്മയ്ക്കാണെങ്കിലും നമ്മുടെ അച്ഛനാണെങ്കിലും നമ്മൾ എന്ത് വലിയ തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ സംസാരിക്കണമെന്ന് അത്ര അതിയായ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിക്കുക. നിങ്ങൾ
എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിടുക, അത്രേ ഉള്ളൂ. കാരണം നിങ്ങൾ അനുഭവിച്ച ആ ഒരു സൈബർ ബുള്ളിങ്ങിലേക്ക് ആ കുട്ടീനെ ഒരിക്കലും തള്ളിവിടരുത്. കാരണം എന്താന്ന് വെച്ചാൽ അവൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അവൻ ഒറ്റപ്പെട്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അവിടെ ജീവിച്ചപ്പം ആ ഒരു റൂമിൽ ആരും സംസാരിക്കാൻ ഇല്ലാതെ ലാപ്ടോപ്പ് മാത്രം നോക്കി, ഒരു ഫ്രണ്ട് പോലും ഇല്ലാതെ, സംസാരിക്കാൻ പോലും ആരും ഇല്ലാതെ, സ്വന്തം അച്ഛനോട് പോലും നല്ല രീതിക്ക് സംസാരിക്കാൻ കഴിയാതെ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ് അവൻ ആ വീട്ടിൽ കഴിഞ്ഞത്. ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന, അതൊക്കെ അവൻ്റെ ഒരുപാട് ട്രോമാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മുടെ കുഞ്ഞു മനസ്സിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്കുണ്ടാകുന്ന ട്രോമാസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അവന് ഒരു സ്നേഹവും, അവൻ്റെ സ്വന്തം അമ്മ അവന് തിരിച്ചറിവായപ്പോൾ തന്നെ അവന് നഷ്ടമായതാണ് അല്ലേ. പിന്നെ അവൻ്റെ അച്ഛൻ, അപ്പം ശരിക്കും അച്ഛൻ്റെ അമ്മയുടെ ഒരു സ്നേഹം പോലും കിട്ടാതെ, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റാതെ അത്രയും ഒറ്റപ്പെട്ട് അത്രയും ഡിപ്രഷൻ അനുഭവിച്ചൊരു കുട്ടിയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ അവന് എന്താ പറയുക, ഒരുപാട് ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അവൻ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ഒരു സ്പേസിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ തകർക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഒരു വാക്കുകളായിരിക്കും ഇതൊക്കെ. അപ്പം നിങ്ങളെ കാണാൻ വരുന്നില്ല, അപ്പം ഇനിയെങ്കിലും അവൻ ജീവിച്ചു പോട്ടെ, അപ്പം നിങ്ങൾക്ക് അവനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയാതിരിക്കുക. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത് നിങ്ങളൊരു കണ്ടന്റ് ആയിട്ട് എടുക്കരുത്. പക്ഷെ അറിയാം, രേണുവിനറിയാം ഇങ്ങനെ ഒരു കാര്യം വന്ന് രേണു വീഡിയോയിൽ പറയുമ്പം അത് ഉറപ്പായിട്ടും ഇങ്ങനെ എടുത്ത് ആരെങ്കിലും ചർച്ച ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇപ്പം തന്നെ നമുക്ക് അൽത്തു വ്ലോഗ് എന്ന് പറയുന്ന പുള്ളിയൊക്കെ എന്നും ഡെയിലി മിക്കവാറും വീഡിയോസ് ഇടാറുണ്ട്. കിച്ചു വന്ന് കാണാറില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങനെ കുറച്ച് വീഡിയോസ് ഇടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളും കൂടി ഇങ്ങനെ പറയുമ്പോൾ കുറെ ആൾക്കാരും കൂടി അവനെ ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയെങ്കിലും അവൻ ജീവിച്ചു പോട്ടെ. നിങ്ങൾക്ക് ഒരുപാട്, ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ ആ ഒരു കമന്റ് സെക്ഷനിൽ എടുത്തു നോക്കൂ. നിങ്ങൾ ആ നെഗറ്റീവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ആ പോസിറ്റീവായിട്ട് വരുന്ന കമന്റുകൾ കാണുക. കിച്ചുവിനെ കുറിച്ച് ചോദിക്കുന്ന കമന്റുകൾ നോക്കാതിരിക്കുക. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്ന് പറയുക. കാരണം നിങ്ങളുടെ ഈ ഒരു അസുഖത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ നിങ്ങൾ അതിനെ ഒഴിവാക്കി വിടുക. കാരണം നിങ്ങൾക്കറിയാം, കാരണം നിങ്ങൾ ആ ഒരു സൈബർ ബുള്ളിങ്ങിന്റെ അങ്ങേയറ്റം അനുഭവിച്ചാണ്. സോ നിങ്ങളുടെ മകനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ തള്ളിവിടാതിരിക്കുക. സോ നിങ്ങൾക്ക് സങ്കടമുണ്ടെങ്കിൽ അവനെ നേരിട്ട് ആരെങ്കിലും വിട്ടിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ എങ്കിലും സംസാരിക്കുക. എന്നിട്ട് അവന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അവൻ വന്ന് കാണട്ടെ, പോട്ടെ. അതൊക്കെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂ ആണ്. അത് പബ്ലിക്കിലേക്ക് കൊണ്ടിടാതിരിക്കുക. ഇനിയെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലെ സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളിവിടാതിരിക്കുക. അതുപോലെ തന്നെ രേണുവിന് എന്നെ മനസ്സിലായി കാണുമായിരിക്കും. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ വന്ന കമൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ. ആൻഡ് ഓൾസോ ഇപ്പം നിങ്ങളിട്ട ഈ വീഡിയോയുടെ അടിയിലുള്ള കമൻസ് നിങ്ങളൊന്ന് നോക്കിക്കേ. എന്തോരം വ്യത്യാസമാണ്. നിങ്ങളെ തന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളൊരു നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ തള്ളിപ്പോവുകയാണ് അല്ലേ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം എന്തോരം ആൾക്കാരുണ്ട്. അതൊക്കെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ അസുഖം നിങ്ങളുടെ അസുഖം പെട്ടെന്ന് സുഖപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മൈൻഡിനെ എന്തൊക്കെ വന്നാലും അത് തരണം ചെയ്യുന്ന അതൊക്കെ ചിന്തിക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. നമ്മളെ ഇപ്പം അവൻ്റെ മനസ്സിൽ എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അവൻ വന്ന് കാണണമെങ്കിൽ അവൻ കാണട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ കിച്ചുവിനോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് പോയി കാണുക. കാരണം ഇപ്പം നമ്മളൊരു എന്താ പറയുക, നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും അമ്മ എന്ന് പറയുന്ന ഒരു പേരിൽ നിങ്ങൾ വിളിച്ചതാണ് അല്ലേ. കിച്ചു വിളിച്ചതാണ്, അമ്മ എന്ന് കൂട്ടി വിളിച്ചതാണ്. സോ ആ ഒരു സ്ഥാനം കൊടുത്തെങ്കിലും ജസ്റ്റ് പോയി കാണുക. അതൊക്കെ അവരുടെ ഇഷ്ടം. നമ്മൾ പറയാനായിട്ട് നമ്മൾ ആളല്ല. ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുമോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇതിനോടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. നമുക്കിനി ബാക്കിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ അവസ്ഥ, ഈ വേദന, എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി, ചേട്ടൻ, എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് ചുറ്റും നല്ല കുറച്ച് ആൾക്കാർ, എക്സ്പെഷ്യലി കരീഷ്മ, എൻ്റെ ചേച്ചി, കുറച്ച് പേരുണ്ട്, എൻ്റെ ചേട്ടാപ്പി, സച്ചു, എനിക്ക് പേര് പറഞ്ഞാലാണ് പപ്പ, അമ്മ, ഋതപ്പൻ, ലുതിയ, മലം, ഇവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ കസിൻസൊക്കെ. എനിക്ക് വേദനയൊന്നുമില്ല, മീൻസ് എനിക്ക് പേടിയില്ല, ഭയമില്ല. ക്യാൻസറിനെ എനിക്ക് ഭയമില്ല. എൻ്റെ 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ
വിവാദമാക്കാൻ പറഞ്ഞതല്ല അവനോട്. എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാ അത് തന്നെയാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. ഇത്രയും സൈബർ ബുള്ളിങ് അറ്റാക്കുകളൊക്കെ ഏറ്റ ഒരു വ്യക്തിയാണ് രേണു. ആ രേണുവിന് എന്തായാലും അറിയാം ഈ ഒരു സംഭവം ബുള്ളിങ്ങിലേക്ക് പോകും. കാരണം ഇപ്പൊ തന്നെ കിച്ചുവിനോട് എതിരെ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ കിട്ടാനിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അവനെ ആ ഒരു ബുള്ളിങ്ങിലേക്ക് ഇതാക്കാതിരിക്കുക. കാരണം ഇപ്പൊ അവന്റെ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. കാരണം അവൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, കുറച്ചുകൂടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അവൻ ഇതുപോലെ ഇനാഗ്രേഷൻസ് പോകുന്നു അല്ലേ. അവനൊരു നല്ല, ചിലപ്പോൾ അവന്റെ ലൈഫിൽ അവൻ ഇതുപോലെ ഒരു നല്ല ജീവിതം അവൻ ഉണ്ടായിട്ടില്ലായിരിക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇതാക്കാതിരിക്കുക. അപ്പം കഴിവതും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കുക. അവൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയുക. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. പക്ഷെ നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ ഇനിയും കൂടത്തേ ഉള്ളൂ. ചിലപ്പോൾ അവന് നിങ്ങളോടുള്ള ദേഷ്യം കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളത് പറഞ്ഞ് ഇതാക്കുക, നിങ്ങൾക്ക് കാണണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെ ഇത്രയും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരും കൂടി ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊക്കെ സന്തോഷിക്കുക. ഇപ്പോഴും കൈത്താങ്ങില്ലാതെ എത്ര ഇതിനേക്കാൾ വലിയ അസുഖം അല്ലെങ്കിൽ ഇതുപോലത്തെ അസുഖങ്ങൾ വന്നിട്ട് ഒരു നേരത്തേനും മരുന്ന് വാങ്ങിക്കാൻ മരുന്ന് വാങ്ങിക്കാൻ സാഹചര്യമില്ലാത്ത എത്ര രോഗികളുണ്ട്. അപ്പം അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര ഭാഗ്യവതിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ അസുഖം പെട്ടെന്ന് മാറട്ടെ എന്ന് ഇപ്പോഴും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പെട്ടെന്ന് സുഖപ്പെടട്ടെ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നെഗറ്റീവുകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നെഗറ്റിവിറ്റി മൈൻഡിലേക്ക് കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന വേദനകളെയും ഉള്ള വേദനകളെയും ഒക്കെ സഹിക്കാനുള്ള ത്രാണി ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ 2 മക്കൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു കമന്റിന്റെ അടിയിൽ ഈ ഒരു വീഡിയോയ്ക്ക് അടിയിൽ വന്ന കുറച്ച് കമന്റ്സുകൾ ഒന്ന് നോക്കാം. ഓക്കെ. വിഷമിപ്പിച്ചിട്ടും നീയും നിന്റെ വീട്ടുകാരും ഇതുപോലെ ഒരു അസുഖം വന്നിട്ടും അവനെ കുറിച്ച് പരാതി സോഷ്യൽ മീഡിയയിൽ കൂടെ പറയണമെങ്കിൽ രേണുവിന്റെ മനസ്സിൽ അവനോട് അത്രയും ദേഷ്യം ഉണ്ടായിട്ടാണ്. ഋതപ്പനെ കുറിച്ചാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായി പറയുമായിരുന്നുവോ? കിച്ചു ഇങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, അവനെ ഇനിയും ഡിപ്രഷനിലേക്ക് തള്ളിവിടരുത് എന്നൊരാള് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് കുറേ ആൾക്കാർ സത്യം 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. കിച്ചുവിനെ കുറ്റം പറയാൻ സാധിക്കില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ അനുഭവിച്ചത് അവന് മാത്രമേ അറിയൂ. സഹതാപം തോന്നിയിരുന്നു. എന്നാൽ ഈ കിടപ്പിലും ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിൽ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നു. അത് വേണ്ടായിരുന്നു. അസുഖം വന്നപ്പോൾ വിഷമം തോന്നിയിരുന്നു. ഈ അവസ്ഥയിലും കിച്ചുവിനെ ഇങ്ങനെ കുറ്റം പറയേണ്ടിയിരുന്നില്ല. നല്ല അമ്മയാണെങ്കിൽ കിച്ചുവിനെ അങ്ങോട്ട് വിളിച്ചേനെ, പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയില്ലായിരുന്നു. വേഗം സുഖമാവട്ടെ. രേണു കിച്ചുവിനെ ഒന്നും പറയില്ല. അങ്ങനെ റീച്ചിന് വേണ്ടി ആ പയ്യനെ പേര് വലിച്ചിട്ട് റീച്ചിന് വേണ്ടി ആക്ച്വലി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഇവരുടെ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ നിൽക്കുന്നത്. അപ്പോൾ റീച്ച് ഉണ്ട്. രേണുവിൻ്റെ വീഡിയോസ് കാണാൻ ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കണ്ട് സഹായിക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ കാണും. കുറേ എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനസ്സ് കല്ലായിട്ടുള്ള മനുഷ്യരൊന്നും അല്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് പറയും, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ. ഇപ്പോൾ ഒരു 100% ആൾക്കാരെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 80% ആൾക്കാരും അങ്ങനെയാണ്. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നു, നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുന്നതിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 20% നല്ല ചെയ്താലും തെറ്റ് ചെയ്താലും കുറ്റം പറയാനായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അവരെ കൂടുതൽ ഇഗ്നോർ ചെയ്ത് വിടുക. പിന്നെ ഈ കമന്റ്സിന് മുഴുവനും നിങ്ങൾ ആൻസർ കൊടുക്കാനാണോ? നിങ്ങളുടെ ഈ ഒരു അസുഖത്തെക്കുറിച്ച് വന്നപ്പോൾ ഒരുപാട് കമന്റ് വന്നു. അപ്പം അന്നൊന്നും നിങ്ങൾ ആൻസർ കൊടുത്തില്ലല്ലോ. സോ ഇനിയെങ്കിലും ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിലേക്ക് തള്ളി വിടാതിരിക്കുക. ആ കുട്ടിക്കെതിരെ വീഡിയോസ് ചെയ്യാതിരിക്കുക. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യാതിരിക്കുക.
അപ്പോൾ രേണുവിന് എത്രയും പെട്ടെന്ന് തന്നെ സുഖമാകട്ടെ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെങ്കിലും നിങ്ങൾക്ക് എതിരെ തിരിക്കാതിരിക്കുക. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും നിങ്ങളുടെ വീഡിയോസിൽ ഇൻവോൾവ് ആക്കാതിരിക്കുക. നല്ല പോസിറ്റീവായിട്ടിരിക്കുക. നല്ല എത്രയും പെട്ടെന്ന് സുഖമായിട്ട് പ്രൊമോഷൻസും അതുപോലെ തന്നെ ഇനാഗ്രേഷൻസും ആൽബംസും ഒക്കെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് ഗൈസ്, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം, ഒന്ന് ഹൈപ്പ് അടിച്ചേക്ക്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻസും വായിക്കുന്നതായിരിക്കും. സോ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.